തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളെ മയക്കുവെടി വെക്കില്ല. കുരങ്ങുകളെ കൂട്ടിലെത്തിക്കാൻ തീവ്രശ്രമം ഇപ്പോഴും തുടരുകയാണ്. സംഭവത്തിൽ ജീവനക്കാർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് മൃഗശാല ഡയറക്ടർ PS മഞ്ജുളാദേവി പറഞ്ഞു. കുരങ്ങുകൾ സ്വാഭാവികമായി തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മഞ്ജുളാദേവി വ്യക്തമാക്കി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഇപ്പോഴും ചാടിപ്പോയ 3 കുരങ്ങുകളെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം എങ്ങനെയാണ് നടക്കുന്നത്? മൃഗശാല അധികൃതർ ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്ന കാര്യം എന്താണ്? അജീഷ്. റീജിത്ത്, രാവിലെ 8:45 ഈ സംഭവം നടക്കുന്നത്. ഈ മൃഗശാലയ്ക്കകത്ത് ഏറ്റവും പിന്നിലായിട്ടാണ് ഈ ഹനുമാൻ കുരങ്ങുകളുടെ ഈ കൂടല്ല, അത് ഓപ്പൺ സ്ഥലമാണ്. ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഈ മഴ പെയ്ത സമയത്ത് ഈ കൂടിന് പുറത്തുള്ള ഈ ഒരു മുളങ്കൂട്ടം ഈ കൂടിൻ്റെ ഭാഗത്തേക്ക് ചായുകയും ചെയ്തു. ഈ ചാഴ്ന്ന സമയത്ത് ഇതിൽ തൂങ്ങിയാണ് ഈ കുരങ്ങുകൾ പുറത്തേക്ക് കടന്നത്. 3 പെൺകുരങ്ങുകളും ഒരു ആൺകുരങ്ങുമായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പെൺകുരങ്ങുകൾ രാവിലെയോടെ ഈ പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഉടൻ തന്നെ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ മുളങ്കാട് ഇത് വെട്ടി മാറ്റുകയായിരുന്നു. അതുകൊണ്ട് ഈ ആൺകുരങ്ങും രക്ഷപ്പെട്ടില്ല. അത് ഈ ഭാഗത്ത് തന്നെ, ഈ കൂട്ടിനകത്ത് തന്നെ ഉണ്ട്. ഈ 3 കുരങ്ങുകൾ ഇപ്പോൾ ഇതിനടുത്തുള്ളൊരു മരത്തിലാണ് ഉള്ളതെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിന് തൊട്ടടുത്തായി തന്നെ ഇതിൻ്റെ കെയർടേക്കർമാരടക്കമുള്ളവരെല്ലാവരും ചുറ്റുമുണ്ട്. ഇതിനെ ഈ ഭക്ഷണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് താഴേക്ക് ഇറക്കാനുള്ളൊരു ശ്രമം നടക്കുന്നതായാണ് ജീവനക്കാർ പറയുന്നത്. ഇപ്പോൾ നേരത്തെ മ്യൂസിയം ഡയറക്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇത് സ്വാഭാവികമായി ഇതിനെ ഭക്ഷണം കൊടുത്ത് താഴെ ഇറക്കും. അതായത് ഈ ആൺകുരങ്ങ് കൂടെ ഉണ്ടായിരുന്ന ആൺകുരങ്ങ് താഴെ ഉള്ളതിനാൽ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ സ്വാഭാവികമായി ഈ ഭക്ഷണം കഴിക്കാൻ ഈ ആൺകുരങ്ങിനടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. അങ്ങനെ ഇതിനെ എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. മയക്കുവെടി വെക്കില്ല. മയക്കുവെടി വെക്കാനുള്ളൊരു സാധ്യത അവർ പൂർണ്ണമായും തള്ളിക്കളയുന്നു. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ മരത്തിന് മുകളിലിരിക്കുന്ന കുരങ്ങ് താഴെ വീണതിന് ജീവഹാനി ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത ഇപ്പോൾ അവർ പരിഗണിക്കുന്നതേയില്ല. ഇപ്പോൾ എന്തായാലും ഏതാണ്ട് 3-4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ കുരങ്ങ് ഇപ്പോഴും ഈ വെളിയിൽ, ഈ കൂടിൻ്റെ വെളിയിൽ കഴിയുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ട് വിട്ട് ഇതുവരെയ്ക്കും പുറത്ത് പോയിട്ടില്ല. കഴിഞ്ഞ വർഷം ചാടിപ്പോയ ഈ ഹനുമാൻ കുരങ്ങും ഇന്ന് ചാടിപ്പോയ ഈ കുരങ്ങിൻ്റെ കൂട്ടത്തിലുണ്ട്. കൂടാതെ 2 പെൺകുരങ്ങുകളാണ് ഉള്ളത്. എന്തായാലും ഇതിപ്പോൾ തന്നെ ഇവരുടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൺമുന്നിൽ തന്നെ ഈ കുരങ്ങുകളുണ്ട്. ഇതിനുള്ളിലാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യത്തിൻ്റെ നമ്മൾ പുറത്ത് ഭാഗത്താണ് ഉള്ളത്. ഇന്ന് ഇതിനകത്താണ് ഉള്ളത്. ഇന്ന് മൃഗശാലയ്ക്ക് അവധിയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ ശല്യപ്പെടുത്തി ഇതിനെ പുറത്തേക്ക് ഓടിക്കുന്ന ഒരു നടപടിയിലേക്ക് എന്തായാലും മ്യൂസിയം അധികൃതർ പോയില്ല. അതിനെ സ്വസ്ഥമായി വിട്ട് അതിനെ ഈ ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയമാകുമ്പോൾ രാവിലെ 11 മണിക്കായിരുന്നു അതിൻ്റെ ഒരു ഫീഡിംഗ് ടൈം. ഇനി അടുത്തിന് ഉച്ചയ്ക്ക് വീണ്ടും ഒരു 3ാമത്തെ ഫീഡിംഗ് സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഇത് തിരികെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മ്യൂസിയം അധികൃതർ ഉള്ളത്. ശരി, അജീഷ് ജയകുമാർ മൃഗശാലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മൃഗശാല ഡയറക്ടർ PS മഞ്ജുളാദേവി പറയുന്നു, കുരങ്ങുകൾ സ്വാഭാവികമായി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭക്ഷണം കഴിക്കുന്നൊരു സമയമൊക്കെയുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് ഈ കുരങ്ങുകൾ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് മൃഗശാല അധികൃതർ പങ്കുവയ്ക്കുന്നത്. മഞ്ജുളാദേവിയുടെ പ്രതികരണത്തിലേക്ക്. ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ മുളങ്കൂട്ടങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ ഒരു ബ്രാഞ്ച് ചാഞ്ഞു വന്നാണ് ഇത് എസ്കേപ്പ് ആയത്. 3 മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ആ ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്തു. ഇപ്പം ഉള്ളവരെണ്ണം സേഫാണ്. മറ്റവർ മരത്തിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. 3 ഉണ്ട്. 2 മരത്തിലായിട്ട് 3 ഇരിപ്പുണ്ട്. മെയിൽ അത് കാരണം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും, ഈ മെയിൽ ഇതും ഫീമെയിൽസുമായിട്ട്.